പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും സന്തോഷപ്രദവും അനുഗ്രഹപ്രദവുമായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെഖരിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം. സെഖരിയ ചാപ്റ്റർ 8 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദ ഗ്രഹവും ഇസ്രയേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പീൻ. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ വളരെ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്ത മറ്റൊരു പ്രവാചകനാണ് സെഖരിയ പ്രവാചകൻ. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ത്യകാല സംഭവങ്ങളുടെ ധാരാളം നേർക്കാഴ്ചകൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവചന പുസ്തകം കൂടെയാണ് സെഖരിയ പ്രവാചകന്റെ പുസ്തകം. ഇസ്രയേൽ ജനത യഹൂദയെന്നും ഇസ്രായേൽ എന്നും രണ്ടായി പിരിയുകയും മത്സരബുദ്ധികളും അസാൻമാർഗികവും ഒക്കെ അവരുടെ ഇടയിൽ നടമാടി. അങ്ങനെ ദൈവം അവരെ പല നിലകളിൽ ശത്രുവിന്റെ കയ്യിൽ ദണ്ഡനത്തിന് ഏൽപ്പിക്കുന്നു. എന്നാൽ തന്റെ ജനത്തെ ദൈവം എന്നും അങ്ങനെ ശത്രുവിന്റെ കരങ്ങളിൽ കൊടുക്കുമോ? അങ്ങനെ സ്വർഗത്തിലെ ദൈവം പ്രവാചകനിൽ കൂടെ പറയുകയാണ്, യഹൂദാഗ്രഹവും ഇസ്രയേൽ ഗ്രഹവും ആയുള്ളവരെ, അതായത് എൻ്റെ സ്വന്തം ജനമായ മൊത്തം ഇസ്രയേൽ ഗ്രഹമേ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ജാതികളുടെ ഇടയിൽ ചിതറി ഒരു ശാപ വിഷയമായിരുന്നു. എന്നാൽ ഇനിയും അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ ശാപവിഷയമായിരുന്നോ അതിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മെ നാം നോക്കുമ്പോൾ, നമ്മെ മറ്റു പലരും നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കരുതും. ചില ശാപദോഷങ്ങൾ, തിന്മദോഷങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നാം നേരിടുന്നു, അനുഭവിക്കുന്നു. തൽഫലമായി തിക്താനുഭവങ്ങളുടെ ഒരു നീണ്ട നിര നമ്മെ വേട്ടയാടുന്നു. അത് കുഞ്ഞുങ്ങളെ ആയിരിക്കാം, അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, അവരുടെ ഭാവിയായിരിക്കാം, നമ്മുടെ ആത്മീക ആരോഗ്യ സ്ഥിതികളായിരിക്കാം, നമ്മുടെ ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങളാവാം, നമ്മൾക്ക് യാതൊരു അറിവുമില്ലാത്ത ചില നിയമപ്രശ്നങ്ങളിൽ ചെന്ന് കുടുങ്ങുന്നതായിരിക്കാം. പല നിലകളിലാണ്. ഇതൊക്കെ മാനുഷികമായ ചിന്തയിൽ ഒരു ശാപം പോലെ നമ്മെ പിന്തുടരുന്നതായി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തേക്കാം. എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവം ഇസ്രയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ഏതെല്ലാം വിധങ്ങളിൽ ശാപവിഷയമായിരുന്നുവോ അതിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. പ്രിയ സഹോദരങ്ങളെ,
ഈ വാക്യം വളരെ ശ്രദ്ധയോടെ നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ എന്തുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. ഈ സത്യം നാം മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ആകാശത്തിനു കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവെന്ന ഏകനാമം, ഒരേ ഒരു മധ്യസ്ഥൻ, യേശുവെന്ന ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന യേശുവെന്ന ഏക മധ്യസ്ഥൻ. ഈ യേശുവിനല്ലാതെ എന്നെയും നിങ്ങളെയും ഇന്ന് നാം കടന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു ചോദ്യം ഉയരും. പ്രിയ ദൈവദാസ, നമ്മളപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ചില ദൈവദാസന്മാർ ശാപമുറിക്കൽ ശുശ്രൂഷ, അങ്ങനെയൊക്കെയുള്ള അനേക മീറ്റിങ്ങുകൾ, കൃപാവരങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. അതപ്പോൾ എങ്ങനെയാണ്? ശുശ്രൂഷകന്മാരുണ്ടാകാം, പല പല ശുശ്രൂഷകൾ ഉണ്ടാകാം, പല പല പേരുകളിലും ഉണ്ടാകാം. പ്രിയ ദൈവമക്കളെ, എൻഡ് ഓഫ് ദ ഡേ ഇവരെല്ലാവരും ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന ക്രൈസ്തവ ലോകത്തെ എത്ര പേരുകേട്ട ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ സകലരും മനുഷ്യരാണ്. ബലഹീനതയും പോരായ്മയും ഉള്ളവർ മാത്രമാണ്. പലരിൽ കൂടെ ദൈവം പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചേക്കാം. പക്ഷേ നമ്മുടെ ശാപം മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഒരു ദൈവദാസനും കഴിയുകയില്ല. യെശയ്യാപ്രവചനം 53 അധ്യായം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ശാപങ്ങളെയും ക്രൂശിൽ കൂടെ യേശു വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ അവന്റെ അടിപ്പിണരാൽ നമ്മുടെ ശാപത്തിനും നമ്മുടെ രോഗത്തിനും നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ സകല പ്രതിസന്ധിക്കും സൗഖ്യം വന്നിരിക്കുന്നു. അതെ, യേശുവിൽ കൂടെ വിടുതലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറപ്പിക്കുവാൻ സഹായിക്കുന്നു. ദൈവമക്കളാകുന്ന നമ്മൾ ജീവിതത്തിന് നെടുവേർപ്പും പ്രതിസന്ധിയും ഭാരവും അനുദിന പ്രശ്നങ്ങളും രോഗങ്ങളും ഒരു ഘോഷയാത്ര പോലെ നമ്മളെ പിന്തുടരുമ്പോൾ എങ്ങും ഓടിപ്പോകല്ലേ, എവിടെയും പോയി മുട്ടുമടക്കല്ലേ, ഒരു നേർച്ച കാഴ്ചയും ചെയ്യരുതേ, ഒരു രൂപ പോലും മുടക്കണ്ട, ഒരു യാത്രയും ചെയ്യണ്ട, ഒന്നും പ്രത്യേക ചെയ്യണ്ട. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാർത്ഥതയോടെ മുഴങ്കാലുമടക്കി തമ്പുരാന്റെ അടുക്കൽ മുട്ടിപ്പായി പ്രാർത്ഥീര്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷയം ദൈവസന്നിധി വെച്ച് ഉപവസിച്ച് പ്രാർത്ഥീര്. അത് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ കുടുംബത്തിന്റേതോ ജോലിയുടേതോ നിയമപ്രശ്നങ്ങള്, മകനോ മകളോ എന്തും ഏതുമായിക്കൊള്ളട്ടെ, സഹോദരങ്ങളെ, ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ച് നാം ഒരു അനുഗ്രഹ വിഷയമായി തീരും. എവിടെയൊക്കെ ശാപമാണെന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞുവോ, ആരൊക്കെ വിധിയെഴുതിയോ, നമ്മളെക്കുറിച്ച് അടക്കത്തിലും രഹസ്യത്തിലും പറഞ്ഞുവോ, പാത്തും ഒളിച്ചും പറഞ്ഞുവോ, വിരൽ ചൂണ്ടി പറഞ്ഞുവോ, അവരുടെ മുമ്പിൽ നാം നമ്മുടെ കുടുംബം നമ്മുടെ തലമുറ അനുഗ്രഹ വിഷയമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രവാചകൻ 13 വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, എന്റെ ദൈവമക്കളെ, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ഇന്ന് ഏതെങ്കിലും വിഷയത്താൽ ധൈര്യം നഷ്ടപ്പെട്ട്
മാനസികമായി തളർന്ന് വേദനയിലും സങ്കടത്തിലും നിരാശയിലുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ധൈര്യമായിരിക്കുക, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിനും നിശ്ചയമായും മറുപടിയുണ്ട്. ആ മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനും മതിയായവനും തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സെക്കരിയാവ് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ അന്വർത്ഥമായി തീർന്ന് അനുഗ്രഹത്തോടെ ജയജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനായ സെക്കരിയാവിൽ കൂടെ ഇസ്രയേൽ യഹൂദ ഗ്രഹങ്ങളോട് അരുളി ചെയ്ത വാക്കുകൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. എവിടെയൊക്കെ ശാപവിഷയമായി തീർന്നോ ആ അവസ്ഥയിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ച് അനുഗ്രഹമാക്കുന്ന ദൈവത്തിന് വലിയ കരുതലിനും അത്ഭുത പ്രവൃത്തിക്കായും സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചില ശാപവിഷയത്തിൽ പെട്ടു നിൽക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും അതിന് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്നത്തെ വചനം ഞങ്ങളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയല്ലോ. അവിടുന്ന് ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിരിക്കാൻ, ഞങ്ങൾ ഒരു വിധത്തിലും നിരാശപ്പെടാതെ, പിന്മാറാതെ, പിറുപിറുക്കാതെ, അങ്ങയെ ചോദ്യം ചെയ്യാതെ ധൈര്യത്തോടെ ഇരുന്ന് ആ വലിയ ദൈവപ്രവൃത്തിക്കായി കാത്തിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാൽ നിറച്ച് ദൈവകൃപയിൽ നിലനിർത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് നമുക്ക് ഏറ്റെടുക്കാം. ഇന്നിന്റെ നമ്മുടെ പ്രശ്നങ്ങൾ തമ്പുരാൻ ഏറ്റെടുത്ത് നമ്മെ രക്ഷിച്ച് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം ധൈര്യത്തോടെ ഇരിക്കാം. കാരണം തമ്പുരാൻ നമ്മളെ ഏറ്റെടുത്താൽ നിശ്ചയമായും അതിന്മേൽ ഒരു വലിയ വിടുതലുണ്ട്. ആ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കളെയും സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.